ഹായ് നമസ്കാരം. ഇൻട്രാബുള്ളിൻ്റെ ഷെയർ മാർക്കറ്റ് എ ടു ഇസഡ് കോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ നോക്കുമായിരുന്നു? അത്യാവശ്യം ട്രേഡിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി. പിന്നെ അത്യാവശ്യം അറിയേണ്ട ടേംസ് കാര്യങ്ങൾ, പിന്നെ ഏത് സൈറ്റിൽ നിന്നാണ് ചാർട്ട് നോക്കുന്നത്, അങ്ങനെയുള്ള നോളജുകൾ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റായിട്ട് എന്താ പറഞ്ഞത്? നമുക്ക് ട്രേഡ് ചെയ്യണേൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം. അത് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കർ വഴി നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് തരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ വീഡിയോയിൽ ലിങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, റെഫറൽ ലിങ്ക്. അത് വെച്ച് നമ്മളിപ്പോൾ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു നല്ലൊരു സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? നല്ലൊരു സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു മെത്തേഡ്, ഒരു പ്രോസസ്സ് കാണില്ല, അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്റ്റോക്കുകൾ മെയിനായിട്ട് 3 ടൈപ്പ് സ്റ്റോക്കുകളുണ്ട്. ഒന്ന് ലാർജ് ക്യാപിറ്റൽ എന്ന് പറയും, ഒന്ന് മിഡ് ക്യാപിറ്റൽ എന്ന് പറയും, ഒന്ന് സ്മോൾ ക്യാപിറ്റൽ എന്ന് പറയും. ഈ ലാർജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വേർഡിൽ തന്നെയുണ്ട്. അതായത് നല്ല ക്യാപിറ്റൽ ഉള്ള കമ്പനികൾ. മനസ്സിലായോ? നല്ല ക്യാപിറ്റലുള്ള കമ്പനി. എക്സാമ്പിളായിട്ട് റിലയൻസ് പറയാം, HDFC പറയാം, അങ്ങനെയുള്ള സ്റ്റോക്കുകൾ. ഓക്കെ. പിന്നെ മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം സൈസ് ക്യാപിറ്റലുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ. പിന്നെ സ്മോൾ ക്യാപ്പ് ഉണ്ട്. ഓക്കെ. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ നല്ല ക്യാപിറ്റൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ കൊറോണ അങ്ങനെയുള്ള എന്തെങ്കിലും ബാഡ് ഇത് മാർക്കറ്റിൽ വന്ന് അവരുടെ ബിസിനസ് ലാഗാവും, കുറയുമല്ലോ, ബിസിനസ് കുറയുമല്ലോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഈ ലാർജ് ക്യാപിറ്റലിനെ വലുതായിട്ട് അത് ബാധിക്കത്തില്ല. കാരണം അവരുടെ ഫണ്ടുണ്ട്, ബിസിനസ് റൺ ചെയ്യാനുള്ള ഫണ്ട് അവരുടെ കാണും. അതുപോലെ മിഡ് ക്യാപ്പ് എന്താവും? ഈ ലാർജ് ക്യാപ്പിന് അത്രയും ഫണ്ട് ഇവരുടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കുറച്ച് രീതിയിൽ മിഡ് ക്യാപ്പിൽ ബാധിക്കപ്പെടും. സ്മോൾ ക്യാപ്പിൽ നല്ല രീതിയിൽ ബാധിക്കപ്പെടും. ഓക്കെ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്ത് നിൽക്കുന്ന ആരാണ്? ലാർജ് ക്യാപിറ്റൽ സ്റ്റോക്കുകളായിരിക്കും. നല്ല ക്യാപിറ്റലുള്ള വലിയ വലിയ കമ്പനികളായിരിക്കും ഗ്രോ ചെയ്ത് നിൽക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുതായിട്ട് വന്ന കമ്പനികളായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ബിസിനസ്സുകൾ എന്താണ്? ഒരുപാട് ഗ്രോ ചെയ്യാൻ ഇനിയും കിടക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നല്ല സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല പ്രോഫിറ്റുകൾ നമുക്ക് നേടാൻ പറ്റും. പക്ഷേ റിസ്ക്കിയാണ്. ഓക്കെ. അപ്പോൾ ഇത് മൂന്നിനും കൂടെ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു കാട്ടിലെ 3 മരങ്ങളായിട്ട് നോക്കിയാൽ മതി. അതായത് ലാർജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മരങ്ങൾ. ഓക്കെ. നല്ല ഗ്രോ ചെയ്ത് നിൽക്കുന്ന ഏറ്റവും വലിയ മരങ്ങൾ ലാർജ് ക്യാപ്പ്. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് മരങ്ങൾ. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാലോ ചെറിയ മരങ്ങൾ, അതായത് ഗ്രോത്ത് തുടങ്ങിയിട്ടുള്ള മരങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വളരാൻ കിടക്കുന്ന മരങ്ങൾ ഏതായിരിക്കും? ഏറ്റവും ചെറിയ മരങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും പയ്യെ വളരുന്ന, ഇനി പയ്യെ മാത്രമേ വളരത്തുള്ളൂ എന്നുള്ള മരങ്ങൾ ഏതായിരിക്കും? ഏറ്റവും വലിയ മരങ്ങളായിരിക്കും. മീഡിയം സൈസ് മരങ്ങൾ മറ്റേ വലിയ മരങ്ങളെക്കാട്ടും ഗ്രോത്ത് കൂടാനുള്ള സാധ്യത മീഡിയം സൈസ് മരങ്ങൾക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇതിനൊരു ഡ്രോബാക്കും കൂടെ ഉണ്ട്. എന്താണ്? സ്മോൾ ക്യാപ്പിൻ്റെ ഡ്രോബാക്ക് ഉണ്ട്. എന്താണ്? അതായത് ചെറിയ മരമാണ് സ്മോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ ഒരു ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും മണ്ണിടിച്ചിലോ വന്നാൽ എന്ത് പറ്റും? ചെറിയ ക്യാപിറ്റലുള്ള, സ്മോൾ ക്യാപിറ്റലുള്ള ചെറിയ ചെറിയ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ചെറിയ മരങ്ങൾ എന്ത് പറ്റും? ഒരുപാട് മരങ്ങൾ വീണു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ മീഡിയം സൈസ് മരങ്ങളോ അതിനെക്കാട്ടും മീഡിയം സൈസ് മരങ്ങൾ പിടിച്ചു നിൽക്കും അല്ലേ? അപ്പോൾ ലാർജ് ക്യാപിറ്റലുള്ള മരങ്ങളോ അതിന് വലിയ അനക്കങ്ങളൊന്നും പറ്റാതെ അത് പിടിച്ചു നിൽക്കും അല്ലേ? അപ്പോൾ ഇതാണ് 3 ടൈപ്പ് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അവരുടെ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ക്യാപിറ്റൽ ഉള്ളവർ, മീഡിയം സൈസ് ക്യാപിറ്റൽ ഉള്ളവർ മിഡ് ക്യാപ്പ് എന്ന് വിളിക്കും, ചെറിയ ക്യാപിറ്റൽ ഉള്ളവരെ സ്മോൾ ക്യാപ്പ് എന്ന് വിളിക്കും. ഓക്കെ. ഇതിൽ ഏറ്റവും ഗ്രോ ചെയ്യാൻ ചാൻസ് കിടക്കുന്ന ആരാണ്? സ്മോൾ ക്യാപിറ്റൽ സ്റ്റോക്കുകളായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത നമ്മൾ എന്താണ്? ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണം. അതിൽ നമ്മൾ എന്ത് അനാലിസിസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യണേൽ അതായത് ആ കമ്പനിയുടെ കാര്യങ്ങൾ, ആ കമ്പനിക്ക് കടമുണ്ടോ, എത്ര ഇൻട്രസ്റ്റ് വെച്ച് അടയ്ക്കുന്നുണ്ട്, എത്ര വരുമാനമുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണ്ടേ? അപ്പോൾ അതിനാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യണേൽ എന്ത് പറ്റും? നമുക്ക് ആദ്യമേ കുറേ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തോളും. കാരണം ഇതിൻ്റെ അകത്ത് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. 10,000-2000 സ്റ്റോക്കുകളോളം ഷെയർ മാർക്കറ്റിലുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റോക്കും നമുക്ക് അങ്ങനെ എടുത്ത് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം കുറേ കാറ്റഗറൈസ് ചെയ്യും. അതായത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതായത് ഫാർമ സ്റ്റോക്കുകളെല്ലാം കൂടെ ഒന്നിച്ച് നമ്മളൊരു ഇതാക്കും, കാറ്റഗറി ചെയ്യും. അതിനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബാങ്കിങ് സ്റ്റോക്സ് ഉണ്ട്, നിഫ്റ്റി ഓട്ടോ ഉണ്ട്, അതിൽ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ, IT സ്റ്റോക്കുകൾ.
അപ്പോൾ ഇങ്ങനെ സെക്ടർ വൈസ് കാറ്റഗറൈസ് ചെയ്തതിനെ പറയുന്നതാണ് നിഫ്റ്റി ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളെല്ലാം കൂടെ നിഫ്റ്റി ഫാർമ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലായിരിക്കും. അതുപോലെ ബാങ്കിങ് സ്റ്റോക്കുകൾ ബാങ്ക് നിഫ്റ്റി, അതുപോലെ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളും നിഫ്റ്റി ഓട്ടോ എന്ന് പറയും. നിഫ്റ്റി IT സ്റ്റോക്ക് എന്തായിരിക്കും അപ്പം? അതായത് IT സ്റ്റോക്കുകൾ, ഇൻഫോസിസ് അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നിഫ്റ്റി ITയിൽ വരും. പിന്നെ നിഫ്റ്റി ഫിനാൻസ് ഉണ്ട്. അങ്ങനെ കുറേ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തപ്പോൾ എന്തായിരിക്കും, നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് കിട്ടി, ഓരോ സെക്ടർ വൈസ് കിട്ടി. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഏതൊക്കെയാണ് നല്ല സ്റ്റോക്കുകളെന്ന് നമുക്ക് നോക്കി സെലക്ട് ചെയ്യത്തില്ലേ? അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഓട്ടോമൊബൈലാണെങ്കിൽ ഓട്ടോമൊബൈലിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നല്ലത്, അത് നമ്മളൊരു 4-5 സെലക്ട് ചെയ്ത് മാറ്റും. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഫ്യൂച്ചറിൽ ഏതൊക്കെ സെക്ടറിൽ ബൂം ചെയ്യാൻ സാധ്യതകളുണ്ടെന്ന് നോക്കിയിട്ട് ആ സെക്ടറിൻ്റെ അകത്ത് ഏതൊക്കെയാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ അത് മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെക്ടർ വൈസ് ഇരിച്ചിരിക്കുന്ന ഈ നിഫ്റ്റി ഫാർമ, ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറയത്തില്ലേ, ഇതിനെയാണ് ഇൻഡിസസ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ സ്റ്റോക്ക് എന്താണ്, അതിൻ്റെ അകത്ത് നല്ല നല്ല ബാങ്കിങ് സ്റ്റോക്കുകൾ ചേർന്നതാണ് അല്ലേ. അപ്പോൾ ആ ബാങ്കിങ് സ്റ്റോക്കുകളുടെ പ്രൈസ് മൂവ്മെൻറ്റ്സ് എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഏകോപിച്ച് ഒരു ചാർട്ടിൽ നമുക്ക് ആ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടായിട്ട് നമുക്ക് കാണിച്ചു തരും. ഇതുണ്ടോ, ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഏതൊക്കെയാണ് ഉള്ളത്, ഒരുപാട് ബാങ്കിങ് സ്റ്റോക്കുകളുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഓവറോൾ പെർഫോമൻസ് നമുക്ക് ഈ ഇൻഡെക്സ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡിസസിൽ നമ്മൾ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഉണ്ടോ, മാർക്കറ്റ് മേളിൽ പോയി താഴെ വന്നിട്ട് പിന്നെ മാർക്കറ്റ് മേളിലോട്ട് പോവാണ്. അപ്പം മാർക്കറ്റ് എന്താണ്, മേളിലോട്ട് പോവാണ്. അതെന്താണ്, ബയ്യേഴ്സ് കൂടി. അപ്പം സ്റ്റോക്കിന്, ബാങ്കിങ് സ്റ്റോക്കുകൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഡിമാൻഡ് കൂടി പോകാമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മേളിലോട്ട് പോകുന്നതിനെയാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഈ മേളോട്ട് പോകുന്ന ഡിമാൻഡ് കൂടി പോകുന്നതിനെയാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താഴോട്ട് വീഴുന്ന മാർക്കറ്റിന് എന്ത് പറയും, ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെക്ടർ വൈസായിട്ട് ഒരുപാട് തിരിച്ചിട്ടുണ്ട്. അതായത് നിഫ്റ്റി ഫാർമ, ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇതെല്ലാം എന്താണ്, ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സ്റ്റോക്കുകൾ എൻ്റെ അകത്തുണ്ട് അല്ലേ. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇൻഡിസസ് അല്ലെ ഇൻഡെക്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ആണ്, നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് ആണ്. ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ നിഫ്റ്റി ഫാർമ എന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ അകത്ത് എന്തായിരിക്കും, ഈ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളിൽ ഏറ്റവും നല്ല സ്റ്റോക്കുകളായിരിക്കും നിഫ്റ്റി ഫാർമയിൽ കാണിക്കുന്നത്. ഓക്കെ, സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി സെലക്ട് ചെയ്യാൻ. അതിൽ നിന്ന് ഒരു 2-3 സെലക്ട് ചെയ്താൽ മതി. അതിലേതാ മെച്ചപ്പെട്ടതെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ പോരെ അല്ലേ. അപ്പം അങ്ങനെയാണ് ഓരോ സെക്ടർ, ഏത് സെക്ടറാണ് ഫ്യൂച്ചറിൽ നല്ല ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ളത്, അങ്ങനെ നോക്കിയിട്ട് ആ സെക്ടറിൻ്റെ അകത്തുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നല്ലത് അതിനെ വേർതിരിച്ചെടുത്തിട്ട് അതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ്, നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതെല്ലാം ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്, സെക്ടർ വൈസ് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ കയറിയിട്ട് അതിലേതൊക്കെയാണ് നല്ല പെർഫോം ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് ആ NSEയുടെ സൈറ്റിലോട്ട് പോകാം. ഫസ്റ്റ് NSE എന്ന് അടിച്ചു കൊടുക്കുക. കണ്ടോ, NSE എന്ന് അടിച്ചു കൊടുത്താൽ NSE ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ വന്നു, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ NSEയുടെ വെബ്സൈറ്റിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ മേലൊരു സെർച്ച് ബാർ ഉണ്ട്. പിന്നെന്താണ്, ഇവിടെ ഹോമിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്, ഇൻഡിസസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിസസ് അല്ലെങ്കിൽ ഇൻഡെക്സ്. നിഫ്റ്റി 50 ഉണ്ട്, നിഫ്റ്റി നെക്സ്റ്റ് 50 ഉണ്ട്. അപ്പോൾ ഇതെന്താണ് നിഫ്റ്റി 50, നേരത്തെ നമ്മൾ കണ്ടത് നിഫ്റ്റി ഫാർമ, ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ അല്ലേ. ഈ നിഫ്റ്റി 50 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റോക്ക്, അതായത് സെക്ടർ തിരിക്കാതെ എല്ലാ സ്റ്റോക്കുകളിലെയും ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന 50 സ്റ്റോക്കുകളായിരിക്കും നിഫ്റ്റി 50യിൽ. അപ്പം നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറഞ്ഞാലോ ഈ 50 സ്റ്റോക്കുകൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത നല്ല 50 സ്റ്റോക്കുകളായിരിക്കും നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ വരുന്നത്. ഓക്കെ, പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ്, സെലക്റ്റഡ് ആയിട്ടുള്ള മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ കാണിക്കും. പിന്നെ നിഫ്റ്റി ബാങ്ക്, ഇത് സെക്ടോറിയലായിട്ട്, അതായത് ബാങ്കിങ്ങിലെ ഏറ്റവും നല്ല ബാങ്കിങ് സ്റ്റോക്കുകൾ നിഫ്റ്റി ബാങ്കിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിഫ്റ്റി 50 ആണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ നോക്കിയേ, ഇവിടെ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. സമയമുണ്ട്, 9 മണി തൊട്ട് വൈകിട്ട് 3 മണി കഴിഞ്ഞ് 3:30 വരെ സമയമുണ്ട്. അതായത് ഒരു ദിവസത്തെ ചാർട്ടാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് തുടങ്ങുന്നപ്പോഴാണ് 9:15 സ്റ്റാർട്ടാവും കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ കാണിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു പ്രൈസ് കാണിക്കുന്നുണ്ട് 18,499.35. ഇതെന്താണ്, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ലാസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്ത പ്രൈസ്, അതായത് അതിൻ്റെ വില പോയി നിന്ന ഇവിടെയാണ്. അതായത് ഇന്നിപ്പോൾ മാർക്കറ്റ് നടക്കുന്നില്ല, അതുകൊണ്ട് ഇതാണ് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ഓക്കെ,
അപ്പോൾ 178.20 എന്ന് പറഞ്ഞാൽ എന്താണ്? 178.20% മാർക്കറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗ്രീനാണ് കാണിക്കുന്നത് മേളിലോട്ട് അല്ലേ? ഗ്രീൻ കാണിച്ചത് എന്താണ്? ബുള്ളിഷാണ് മാർക്കറ്റ്. അപ്പോൾ മേളിലോട്ട് ഇത്രയും വില കൂടിയിട്ടുണ്ട്, 178 രൂപ കൂടിയിട്ടുണ്ട്. അത് എത്ര ശതമാനമാണ്? 0.97% ആണ്. ഈ ഓപ്പൺ എന്ന് കാണിച്ചത് എന്താ? മാർക്കറ്റ് എവിടെയാണ്? മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയത് ഏത് വിലയിലാണ്? 18,368 രൂപയിൽ ഓപ്പൺ ആയി അല്ലേ? ഏറ്റവും കൂടിയത് എവിടം വരെ പോയി? 18,503 വരെ പോയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ വില താഴെ വരെ പോയതോ? 18,333 വരെ വില കുറഞ്ഞും പോയിട്ടുണ്ട്. അപ്പം 368 ഓപ്പണായി, എന്നിട്ട് 18,333 വരെ വില ഇച്ചിരി താന്നു. അപ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്തു? ആ വിലയ്ക്ക് മേടിക്കാൻ റെഡിയായി. കാരണം ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് മാർക്കറ്റിൽ അവിടെ മേടിക്കാൻ റെഡിയായി. മാർക്കറ്റ് പിന്നെയും മേലോട്ട് പോയി 18,508 വരെ പോയി. എന്നിട്ട് തിരിച്ച് ഇച്ചിരി ഇറങ്ങിയിട്ട് 499, 18,499 വന്ന് ക്ലോസ് ആയി. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇതൊക്കെ ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണ്. ഇൻട്രാഡേ മാർക്കറ്റിൽ, അതായത് അന്ന് തന്നെ ട്രേഡ് മേടിച്ച് അന്ന് തന്നെ ഷെയറുകൾ വിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ ഫ്രണ്ടിൻ്റെ ഈ ചാർട്ടും ഇതൊക്കെ ഇതാവുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ തൊട്ട് അടുപ്പ് ടോപ്പ് 5 സ്റ്റോക്സ് ഇൻ നിഫ്റ്റി 50, അതായത് ആ ദിവസം പെർഫോം ചെയ്തതാണ് ഈ കാണിക്കുന്നത്. അതിൽ ഗെയിനേഴ്സും ഉണ്ട്, ലൂസേഴ്സും ഉണ്ട്. ഗെയിനേഴ്സ് ഗ്രീൻ കളറിൽ കാണിക്കുന്നു, ലൂസേഴ്സോ ഈ റെഡ് കളറിൽ കാണിക്കുന്നതാണ് ലൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മോസ്റ്റ് ആക്റ്റീവ് ഉണ്ട്, അതായത് നിഫ്റ്റി 50-ലെ ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഈ കാണിക്കുന്നത് ഓവറോൾ. ഓക്കെ, ഇന്നത്തെ അല്ല, ഓവറോൾ നിഫ്റ്റി 50-ൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നിഫ്റ്റി 50-ഒക്കെ നല്ല സ്റ്റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ അതാണ്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നില്ലേ ഏതൊക്കെ നല്ല സ്റ്റോക്കുകൾ? ഇപ്പോൾ ഡെയിലി ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ 5 എണ്ണത്തിൽ നിന്ന് രാവിലെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു അരമണിക്കൂറിന് ശേഷം നോക്കുക ഏതൊക്കെയാണ് ഇന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ എന്ന് നോക്കിയാൽ ഏകദേശം ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടത്തില്ലേ? ഇവിടെ കണ്ടോ LTP ഉണ്ടോ? LTP എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ഉണ്ടോ? റിലയൻസിൻ്റെ ഇവിടെ കാണിച്ചു, പെർസെൻറ്റേജ് ചേഞ്ച്, എത്ര ചേഞ്ച് വന്നതെന്ന് കാണിച്ചു. അതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡുകളുടെ വോളിയമാണ് കാണിക്കുന്നത്, എത്ര ട്രേഡുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ വന്നിട്ട് നോക്കിയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ലേ ഏത് സ്റ്റോക്കിലാണ് നല്ല വോളിയം, നല്ല ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് നോക്കിയാൽ അതിലപ്പോൾ നല്ല മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത അന്ന് കൂടുതലാണ്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെയാണ് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ CEO കൊടുത്താൽ നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ. ഓക്കെ, പിന്നെ ഇതിൽ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സെക്ടോറിയലിൽ പോയി നോക്കണം അല്ലേ, ഏതൊക്കെയാണ് നല്ല സെക്ടർ. ഇപ്പോൾ ഓട്ടോമൊബൈൽ, നമുക്ക് ഓട്ടോമൊബൈൽ നല്ല താല്പര്യമുണ്ട്, ഫ്യൂച്ചറിൽ നല്ല ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്ടോറിയൽ പോകുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക, സെക്ടർ എന്ന് സെർച്ച് ചെയ്യുക. എൻട്രയിൽ ജസ്റ്റ് സെക്ടർ ഇവിടെ ടൈപ്പ് ചെയ്താൽ താഴെ വരും സെക്ടോറൽ ഇൻഡിസസ് എന്ന് വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതെല്ലാം ഇൻഡിസസാണ്. ഓട്ടോമൊബൈൽ, ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ്, അതിലെ 25-50 ഇൻഡെക്സ് കണ്ടോ, അതിലെ 25-50 സ്റ്റോക്കുകൾ, എക്സ് ബാങ്ക് ഇൻഡെക്സ്, അങ്ങനെ ഒരുപാടുണ്ട്. ഹെൽത്ത് കെയർ, IT, മീഡിയ, മെറ്റൽ, ഫാർമ, ഇതെല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, സെക്ടോറിയൽ ഇൻഡെക്സിൽ നിന്ന് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. അപ്പം ഓട്ടോമൊബൈൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓക്കെ ഒരു പോപ്പപ്പ് വന്നു, അത് ഓക്കെ കൊടുത്തേക്കാം. അപ്പം NSEയുടെ തന്നെ അടുത്തൊരു പേജിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വന്നു, അതായത് നമ്മൾ സെലക്ട് ചെയ്ത നിഫ്റ്റി ഓട്ടോമൊബൈലിൻ്റെ പേജിലോട്ട് പോയി. ഇവിടെ ചെറിയൊരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, 1 ഡേ ടൈം ഫ്രെയിം ഉണ്ട്, 1 അവർ ഉണ്ട്, 30 മിനിറ്റ്, അത് ജസ്റ്റ് ഒരു ചാർട്ട്. ഇവിടെയും കാണിക്കുന്നുണ്ട് എന്താണ് ടോപ്പ് ഗെയിനേഴ്സ് ഏതാ, ടോപ്പ് ലൂസേഴ്സ് ഏതാന്നൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ, 5 സ്റ്റോക്കുകൾ അല്ലെ 6 സ്റ്റോക്കുകൾ അല്ലേ, 5 സ്റ്റോക്കുകൾ ടോപ്പ് ലൂസേഴ്സ്, ടോപ്പ് ഗെയിനേഴ്സ് കാണിക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ താഴോട്ട് ഇത് കണ്ടോ, കുറേ സ്റ്റോക്കുകൾ കാണിക്കുന്നുണ്ട് അല്ലേ. അതിൽ മാരുതി ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നത് എന്താണ്? അപ്പോൾ മാരുതി എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആ ഓട്ടോമൊബൈലിലെ ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. മാരുതി, M&M, ടാറ്റ മോട്ടേഴ്സ് ഒക്കെ കണ്ടോ, അതിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റേജ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പം 18.66% ആ ഇൻഡെക്സിനെ മാരുതിക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അപ്പം അത്രയും വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും സ്റ്റോക്കുകൾ നമുക്ക് സെലക്ട് ചെയ്തില്ല, അപ്പോൾ ഇച്ചിരിയും കൂടെ എളുപ്പമായി. വെയിറ്റേജ് കൂടിയ സ്റ്റോക്കുകൾ നോക്കിയിട്ട് അതിൽ 2-3 സ്റ്റോക്ക് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം അല്ലേ. എന്നിട്ട് വേണം നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിലോട്ട് പോകാൻ. എന്നിട്ട് ഈ കമ്പനികൾ നമ്മൾ എല്ലാം കമ്പയർ ചെയ്യും. ഈ കമ്പനികളിൽ എത്ര ലോണുണ്ട്, അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് പലിശ ഇവർ അടയ്ക്കുന്നുണ്ട്, അത് വരുമാനത്തെക്കാട്ടും കൂടുതലാണോ കുറവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ നമുക്ക് ഡിവിഡൻഡ്, അതായത് ലാഭവീതം നമുക്ക് എത്ര തരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെക്ടോറിയിൽ നിന്ന് നമുക്ക് 1-2 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ,
അപ്പം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.